മുതലപ്പുഴയിൽ മണൽ അടിഞ്ഞ് മത്സ്യബന്ധനം തടസ്സപ്പെട്ടതോടെ പ്രതിഷേധം ശക്തമാണ്. മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് CITU INTUC പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ നാളെ മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും. ഉപജീവനമാർഗം പൂർണ്ണമായി വഴിമുട്ടിയതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കിയത്. CITU INTUC പ്രവർത്തകർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. ആദ്യമെത്തിയ INTUC പ്രവർത്തകർ ഓഫീസ് ഗേറ്റ് പൂട്ടി റീത്ത് വച്ചു. പിന്നാലെയായിരുന്നു CITU പ്രവർത്തകരുടെ പ്രതിഷേധം. ഭരണം ഞങ്ങൾ നോക്കില്ലെന്നും വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും CITU മുദ്രാവാക്യം വിളിച്ചു. ഡ്രഡ്ജിങ്ങിന് മുതലപ്പുഴയിൽ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധം വളരെ ന്യായമാണ്. നിങ്ങൾ കണ്ടു ഈ പ്രദേശത്തുള്ള പ്രയാസം. അപ്പോൾ ഇവിടെ ഹാർബർ ആയതിനു ശേഷം ഈ പുഴി മുങ്ങില്ല എന്നാണ് പൊതുവെ ശാസ്ത്ര സാങ്കേതിക തലം പറഞ്ഞത്. എന്നാൽ ഇത് പ്രത്യേക പ്രതിഭാസമാണ്. സ്വാഭാവികമായും ഈ ഹാർബർ ആവുന്നതിന് മുന്നേ പുഴി മൂടുന്നതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ ഈ പുഴി കണ്ടാൽ. ഇത് അടിയന്തരമായി ആ പുഴി മുറിച്ച് നീരൊഴുക്ക് കൃത്യമായും വിട്ടില്ലെങ്കിൽ വല്ലാത്ത പ്രയാസം നാടിനാകെ ഉണ്ടാവും. അത് മാത്രമല്ല, ഒരു മാസമായി തൊഴിലാളിക്ക് പണിയെടുക്കാൻ വേണ്ടി പോകുന്നില്ല. മനുഷ്യസഹജമായ എല്ലാ കാര്യങ്ങളും മുതലപ്പുഴയിൽ ചെയ്യുന്നുണ്ടെന്നാണ് സർക്കാർ വിശദീകരണം. അതിനിടെ പുഴയിൽ അടിഞ്ഞിട്ടുള്ള മണൽ നീക്കം വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ 2000 ക്യൂബിക് മീറ്റർ മണലാണ് നീക്കം ചെയ്യുന്നത്. ഇത് 3500 ആക്കി ഉയർത്തും. മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജിംഗ് കൂടി എത്തിക്കും. മുതലപ്പുഴയിൽ ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈസ്റ്ററിന് ശേഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. നിലവിൽ മുതലപ്പുഴി പൂർണ്ണമായും മണൽ മൂടി അടിഞ്ഞതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.